കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക തിരിമറിയിൽ അന്വേഷണം വിജിലൻസിന് കൈമാറാൻ നടപടികൾ ആരംഭിച്ചു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും നടപടി. ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രതി അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ വിഷയത്തിൽ പ്രതിഷേധം തുടരുകയാണ്. 3 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടായതിനാലാണ് പോലീസിൽ നിന്നും കേസ് വിജിലൻസിന് കൈമാറുന്നത്. 2 ദിവസത്തിനകം കേസ് കൈമാറാനാണ് നീക്കം. അതിനിടെ പ്രാഥമിക അന്വേഷണത്തിൽ അഖിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചടക്കമുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അന്വേഷണം ഏറ്റെടുത്ത് 5 ദിവസം കഴിഞ്ഞിട്ടും ഒളിവിലുള്ള അഖിലിനെക്കുറിച്ച് വിവരം കിട്ടാത്തത് രാഷ്ട്രീയ സ്വാധീനം മൂലമെന്നും ആരോപണമുണ്ട്. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. UDF LDF അറിവോടെയാണ് തിരിമറിയെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം നഗരസഭാ അധ്യക്ഷനെതിരെ കഴിഞ്ഞ ദിവസം ഇടത് കൗൺസിലർമാരുടെയും DYFIയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. സംഭവത്തിൽ പെൻഷൻ വിഭാഗത്തിലെ 3 ജീവനക്കാരെ നഗരസഭ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ പേർക്ക് തിരിമറിയിൽ പങ്കുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ടർ, കോട്ടയം.